നമസ്കാരം. അന്തരിച്ച വിവാദ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകളിൽ ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയുടെ പേരും ഉൾപ്പെട്ടതായി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഡൽഹിയിലെയും മുംബൈയിലെയും അധികാര കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതയാണ്. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ജെഫ്രി എപ്സ്റ്റീനും അനിൽ അംബാനിയും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ബിസിനസ് കാര്യങ്ങൾക്കപ്പുറം വ്യക്തിപരമായ താല്പര്യങ്ങളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പുറത്തുവന്ന ഫയലുകൾ പ്രകാരം തനിക്ക് ഏതുതരം സ്ത്രീകളെയാണ് താല്പര്യമെന്ന് അനിൽ അംബാനി എപ്സ്റ്റീനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 2017 മാർച്ച് 9 നടന്ന സംഭാഷണത്തിൽ ഏതുതരം സ്ത്രീകളെയാണ് തനിക്ക് നിർദ്ദേശിക്കാൻ കഴിയുകയെന്ന് അംബാനി ചോദിച്ചപ്പോൾ ഉയരം കൂടിയ സുന്ദരിയായ ഒരു സ്വീഡിഷ് സ്ത്രീ എന്നാണ് എപ്സ്റ്റീൻ മറുപടി നൽകിയത്. ഇത്തരമൊരു സ്ത്രീയെ ഏർപ്പാടാക്കാൻ അംബാനി ആവശ്യപ്പെട്ടതായും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന ഹോളിവുഡ് താരങ്ങളെ സംബന്ധിച്ച പരാമർശങ്ങൾ വളരെ ഗൗരവകരമായ സൂചനകളും നൽകുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീനും അനിൽ അംബാനിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ സ്ത്രീകളെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ കടന്നു വരുന്നത് കേവലം സൗഹൃദ സംഭാഷണങ്ങൾ എന്നതിലുപരി എപ്സ്റ്റീന്റെ ശൃംഖലയുടെ പ്രവർത്തന രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രശസ്ത ഹോളിവുഡ് നടി മെറിൽ സ്ട്രീപ്പിനെ പോലെയുള്ള സ്ത്രീകളോടല്ല തനിക്ക് താല്പര്യമെന്ന് അനിൽ അംബാനി വ്യക്തമാക്കിയതായാണ് രേഖകളിൽ പറയുന്നത്. തന്റെ അഭിരുചികൾ വ്യത്യസ്തമാണെന്നും ഹോളിവുഡ് താരം സ്കാർലെറ്റ് ജൊഹാൻസണുമായി ബന്ധപ്പെട്ട സിനിമാ പ്രൊജക്ടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ നിക്ഷേപങ്ങളും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സംഭാഷണങ്ങൾക്ക് പശ്ചാത്തലമായിട്ടുണ്ടാകാമെന്നും കരുതപ്പെടുന്നു. ഈ മറുപടിക്ക് എപ്സ്റ്റീൻ നൽകുന്ന പ്രതികരണം കൂടുതൽ വിവാദപരമാണ്. പ്രായമായവരെക്കാൾ യുവതികളെയാണ് അംബാനി ഇഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് എപ്സ്റ്റീൻ പറയുന്നത്. എപ്സ്റ്റീന്റെ പക്കൽ വിചിത്രമായ ആഗ്രഹങ്ങളുള്ള നിരവധി അതിഥികൾ ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ലോകത്തെ സ്വാധീന ശക്തിയുള്ള വ്യക്തികൾക്കായി എപ്സ്റ്റീൻ ഒരുക്കിയിരുന്ന അധോലോക ശൃംഖലയുടെ സൂചനയായാണ് നിരീക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലൈംഗിക ചൂഷണങ്ങൾക്കും മനുഷ്യക്കടത്തിനും എപ്സ്റ്റീൻ കുപ്രസിദ്ധി നേടിയിരുന്നതിനാൽ ഇത്തരം സംഭാഷണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വീക്ഷിക്കുന്നത്. അംബാനി കുടുംബത്തെക്കുറിച്ച് എപ്സ്റ്റീൻ പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചിരുന്നുവെന്നും അനിൽ അംബാനി തന്റെ വസതിയിലേക്ക് രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചതും ചേർത്ത് വായിക്കുമ്പോൾ ഇരുവരും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ എപ്സ്റ്റീൻ ശ്രമിച്ചിരുന്നതായി കാണാം. ഹോളിവുഡ് താരങ്ങളെ ഉദാഹരണമാക്കി നടത്തിയ ഈ സംഭാഷണങ്ങൾ ഇത്തരം ഉന്നതതല ശൃംഖലകളിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് എന്നതിന്റെ തെളിവായി പുറത്തുവന്ന ഫയലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റീന്റെ ചില ഇമെയിൽ കുറിപ്പുകളിൽ വന്നതാണ് കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫയലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലിൽ തന്റെ ഉപദേശപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമായിരുന്നതെന്നും ആരോപിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ ഒരു ക്രിമിനലിന്റെ ചവറുകൾ എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തായാലും എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനികളുടെ പേരുകൾ വരുന്നതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളായി മാറിയിട്ടുണ്ട്. അംബാനി കുടുംബത്തിൽ ഒരാളുകൂടി എപ്സ്റ്റീൻ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നു എന്ന സാഹചര്യം എന്തായാലും ഇന്ത്യയെ മൊത്തത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്.